അങ്ങനെ കൂടിയെങ്കിൽ അവനോട് സോറി പറയാ, എന്നിട്ട് രണ്ടാമത് അവന് പാകത്തിന് മധുരമുള്ള ചായ കൊടുന്നു കൊടുക്കുക. നിങ്ങൾ ഇവിടത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിക്കും. നിങ്ങൾക്കൊരു ചായ വേണം, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി ചായ ഇട്ട് കുടിക്കും അല്ലേ? ഒരു മീൻകറി വേണം, എന്ത് ചെയ്യും? കടയിൽ പോയി മീൻ മേടിച്ചു കൊടുന്ന് നേരാക്കി ഞാൻ കറി വെക്കും. ആര് കറി വെക്കും? ഞാൻ കറി വെക്കും. നിങ്ങൾക്ക് പുറത്തേക്ക് പോണം, ആരാ നിങ്ങളുടെ ഷർട്ടൊക്കെ തേക്കാറ്? അതിപ്പോ എന്താ പറയാനുള്ളത്? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യണേ. അല്ലേ? അപ്പൊ പിന്നെ അവനൊരു ചായ ഉണ്ടാക്കി കുടിച്ചാ എന്താന്നേ കയ്യില് വളം ഊരി പോവല്ലോ. അമ്മേ, അച്ഛനെ പോലെ ഒരു ഭർത്താവിനായിരുന്നു ശരിക്കും ഞാൻ ആഗ്രഹിച്ചത്. അത് ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്നെ പോലെ പണിയും കൂലിയൊന്നും ഇല്ലാതെ ഒരു പെൺകോന്തനെ കെട്ടിച്ചെന്നാ മതിയായിരുന്നു. ഇതിപ്പോ പറ്റിപ്പോയില്ലേ? നീയൊന്ന് ചെല്ല്. ഞാൻ പോകുന്നില്ല. നീ പോവരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിണ്ടല്ലോ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോവും. ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോയാ നീ മൂക്കൊണ്ട് ക്ഷാ വരയ്ക്കും ഇവിടെ. എന്തോ? പിന്നെ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ നിന്നാ മതി. നിങ്ങൾ ആണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോ ചെറുതായിട്ടൊന്ന് തല്ലിയതൊക്കെ വരും. അത് സ്ത്രീകളായാൽ നിങ്ങൾ വേണ്ട ക്ഷമിക്കാൻ. ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലും, അതൊക്കെ ആ കുടുംബത്തില്. ഈ കുടുംബത്തിൽ നടക്കൂല. അത് ഇവിടെ നേരം മറച്ചാ. അതെ, ഒരടി കിട്ടിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാ. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോണം?